Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Golden Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വെള്ളൂരിൽ നടന്ന വിവിധ അക്രമ സംഭവങ്ങളിലെ പ്രതികളെ എത്രയും വേഗം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പ്രദേശത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രതികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും LDF മണ്ഡലം കമ്മിറ്റി പരാതിയിലൂടെ ആവശ്യപ്പെട്ടു. വെള്ളൂർ പ്രദേശത്ത് നടന്ന വിവിധ അക്രമ സംഭവങ്ങളിലെ പ്രതികളെ എത്രയും വേഗത്തിൽ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പയ്യന്നൂർ അസംബ്ലി മണ്ഡലം കമ്മിറ്റി ഡിവൈഎസ്പിക്ക് പരാതി നൽകി. വെള്ളൂർ ചേനോത്ത് സ്വദേശി PV പ്രസന്നന്റെ ബൈക്ക് കഴിഞ്ഞ ജനുവരി 26-ന് വീടിന് സമീപത്തു നിന്നും മാറ്റി അജ്ഞാതർ കത്തിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ CPIM LDF പ്രവർത്തകരാണെന്ന രീതിയിൽ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത് പ്രചരണായുധമാക്കുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ ഈ സംഭവവുമായി LDFന് യാതൊരു ബന്ധവുമില്ലെന്നും കൺവീനർ വ്യക്തമാക്കി. കൂടാതെ ഏപ്രിൽ 20-ന് രാത്രി വെള്ളൂരിലെ VV കമലാക്ഷിയുടെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവവും ഏപ്രിൽ 1-ന് വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം VK കൃഷ്ണന്റെ വീട്ടിലെ പൂച്ചട്ടി തകർത്ത സംഭവം നടന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ വസ്തുതാപരമായിട്ട് അന്വേഷിച്ചപ്പോൾ അത് ബോധപൂർവമായിട്ട് തന്നെ ചിലരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. VK കൃഷ്ണൻ്റെ വീടിന് മുമ്പിൽ ഈ അക്രമം നടത്തി ആ കുടുംബത്തെ ഭീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്, കൃഷ്ണനെ നിർവീര്യമാക്കുക തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം നിലവിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുടെ വീട്ടിന് തൊട്ടുള്ള ആ ബൂത്ത് നിൽക്കുന്ന സ്ഥലത്താണ് VK കൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് അത്തരമൊരു കാര്യം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ നിലയിൽ ഫേക്ക് ഐഡികളിലൂടെ വ്യാപകമായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത വേട്ടകളാണ് നടന്നത്. ആരെയും വേട്ടയാടുന്നത്, എന്തും പറയുന്നത്, ഇതൊക്കെ പയ്യന്നൂരിൽ ഇങ്ങനെ നടക്കുന്നു. പോലീസിന് മുമ്പിൽ നിരവധിയായിട്ടുള്ള കേസുകൾ പരാതികളായിട്ട് പോയി, പക്ഷേ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാവുന്നു. ഇരകളാക്കപ്പെട്ടവർ ഇഷ്ടം പോലെയുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഭാവിയിൽ ഉണ്ടാവുമെന്നുള്ളതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് ഫലപ്രദമായിട്ട് ഇടപെടണം. ഞങ്ങൾ 10 കൊല്ലം ഭരണകക്ഷിയായിട്ടുണ്ടായിട്ടുള്ള ഒരു മുന്നണി, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരനാവശ്യ കാര്യത്തിനും ഇതുവരെ ഇടപെടും, തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിനും ഇടവന്നിട്ട് ഇരിക്കാറില്ല. ഇപ്പോൾ നീതിയും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. പയ്യന്നൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടതുകൊണ്ടൊന്നും ഞങ്ങളുടെ ആരോഗ്യത്തിനൊരു നിരീക്ഷണമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നാടിന് നന്നായിട്ട് അറിയാം. നാടിന്റെ ക്രമസമാധാനം തകർക്കാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനും ബോധപൂർവം നടത്തിയ ഇത്തരം അക്രമങ്ങളിലെ പ്രതികളെ ആധുനിക അന്വേഷണ സൗകര്യങ്ങളുള്ള ഈ കാലത്തും പിടികൂടാൻ കഴിയാത്തത് പ്രദേശത്ത് കടുത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രതികളെ ഉടൻ തന്നെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും LDF മണ്ഡലം കമ്മിറ്റി കൺവീനർ പരാതിയിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്തുള്ള ദേശീയപാതയിലെ പ്രവൃത്തി പൂർത്തിയാകാത്ത അടിപ്പാതയിലെ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നു. ഒപ്പം ചെളിവെള്ളവും മാലിന്യവും നിറഞ്ഞ് വൃത്തിഹീനമായ ചുറ്റുപാടും കണ്ടാലറയ്ക്കുന്ന നിലയിലാണ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്തുള്ള ദേശീയപാതയിലെ പ്രവൃത്തി പൂർത്തിയാകാത്ത അടിപ്പാതയിലെ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നു. ഒപ്പം ചെളിവെള്ളവും മാലിന്യവും നിറഞ്ഞ് കണ്ടാലറയ്ക്കുന്ന വൃത്തിഹീനമായ ചുറ്റുപാടും ദുരിതമാകുന്നു. മഴക്കാലമായതോടെ ആകെ ചെളിയും മാലിന്യവുമായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ അടിപ്പാത. ഇവിടങ്ങളിലെ കാൽനടയാത്രയാണ് സാഹസം. ചളിയും മാലിന്യവും ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ഭീഷണിയായി മാറുകയാണ്.
ഇതിനു പുറമെയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഗർത്തം അപകടക്കെണിയൊരുക്കുന്നത്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ഇത് ശ്രദ്ധയിൽപ്പെടാറില്ല. ദേശീയപാത നിർമ്മാണത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാകും വരെ ഈ ഭീഷണി തുടരുക തന്നെ ചെയ്യും. ഗർത്തം ശ്രദ്ധയിൽപ്പെടുത്താൻ ഡിവൈഡറുകളും താൽക്കാലികമായി വച്ച പ്ലാസ്റ്റിക് ബാരിക്കേഡുകളും ഉണ്ടെങ്കിലും അവ സുരക്ഷിതമല്ല. നടക്കുമ്പോൾ മണ്ണിടിയാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. നിരന്തരം നനവുള്ള ഈ ഭാഗത്താണ് അടിപ്പാതയുടെ ഒരു തൂൺ സ്ഥിതി ചെയ്യുന്നതെന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം അടിപ്പാത വഴി സർവീസ് റോഡിനടുത്തുള്ള ഗർത്തത്തിൽ കെട്ടിക്കിടക്കുകയാണ്. തൊട്ടടുത്തുകൂടി ഒഴുകുന്ന അലക്യം തോട്ടിലേക്കാണ് വെള്ളം ഒഴുകിയെത്തേണ്ടത്. എന്നാൽ സർവീസ് റോഡിനരികിലെ കരിങ്കൽ ചെളിയും മാലിന്യവും കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നില്ല. റോഡിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം പരന്നൊഴുകി ചെളി നിറഞ്ഞിരിക്കുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാക്കിയായ പണിസാധനങ്ങളും മറ്റും അലക്ഷ്യമായി കിടക്കുന്നു. പഴയ ചെരുപ്പുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്നു. അടിപ്പാതയുടെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിച്ചാൽ പൊതുജനങ്ങൾക്കും ആശുപത്രിയിലേക്ക് വരുന്നവർക്കും ഉപകാരമാകും. വൃത്തിഹീനമായ പരിസരം പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു എന്നതാണ് പലർക്കും ആശങ്ക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ചരക്കുവാഹനങ്ങളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഓണം എത്താറായതോടെ സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് കേന്ദ്രത്തിൽ നിന്നും വിവിധ ഡിപ്പോകളിലേക്ക് തുണിത്തരങ്ങൾ എത്തിക്കുന്നത്. ഖാദി ബോർഡിന് കീഴിലുള്ള പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ചരക്കുവാഹനങ്ങളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഓണം വിപണിയിലേക്ക് ആവശ്യമായ തുണിത്തരങ്ങൾ വിവിധ ഡിപ്പോകളിലും വിവിധ ജില്ലകളിലെ ഖാദി സ്ഥാപനങ്ങളിലും എത്തിക്കാൻ വാഹനമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു ഓഫീസ് ജീപ്പും 2 ചരക്ക് വാഹനങ്ങളും പയ്യന്നൂർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. ഇവ 15 വർഷം കാലാവധി പൂർത്തിയായതിനാൽ റോഡിൽ ഇറക്കുവാൻ സാധിക്കുന്നില്ല. നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള വാഹനങ്ങളാണിവ. സ്വകാര്യ വാഹനങ്ങൾക്ക് 20 വർഷം സർവീസ് നടത്താനുള്ള അനുമതിയുണ്ടെങ്കിലും സർക്കാർ വാഹനങ്ങൾക്കും ഇത് ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് അനുവദിച്ചില്ല. ഇതുമൂലം ഈ വാഹനങ്ങൾ റോഡിലിറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പുതിയ വാഹനങ്ങൾ അനുവദിക്കണമെന്ന് ഖാദി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുവദിച്ചില്ല. നേരത്തെയുണ്ടായ വാഹനങ്ങളിൽ ഒന്ന് സി കൃഷ്ണൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ്. വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് മുന്നിൽ ഖാദി കേന്ദ്രം ഉദ്യോഗസ്ഥർ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഓണം വിപണിയിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇപ്പോൾ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഖാദി കേന്ദ്രത്തിന് ഇതൊരു വലിയ ബാധ്യത വരുത്തിവെക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി മാടായി കോളേജ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതും വാഹന കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പഴയങ്ങാടി എരിപുരത്തെ റെസ്റ്റ് ഹൌസിന് സമീപത്തു നിന്നും മാടായി കോളേജ് വഴി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് തകർന്നത്. റോഡിലെ കല്ലുകളും ടാറിങ്ങും ഇളകിയ നിലയിലാണ്. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നു. ഏറെ ദുരിതം സഹിച്ചാണ് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ഇതുവഴി സർവീസ് നടത്തുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാടായിക്കാവ്, മാടായി കോളേജ്, എരിപുരം സബ്സ്റ്റേഷൻ, റെസ്റ്റ് ഹൌസ്, വടുകുന്ത ശിവക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന റോഡ് കൂടിയാണിത്. റോഡ് തകർന്നതോടുകൂടി ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണെന്ന് ഓട്ടോ ഡ്രൈവർമാരും മറ്റ് യാത്രക്കാരും പറയുന്നു. റോഡിൻ്റെ അവസ്ഥ ദയനീയകരമാണ്. കാരണം വെച്ചാൽ മാടായി കോളേജ്, B.Ed കോളേജ്, ഫാർമസി കോളേജൊക്കെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻ്റർ ഉണ്ട്. ഇവിടെയൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ഓട്ടോറിക്ഷ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ യാത്ര വളരെ ദുഷ്കരമാണ്, ബുദ്ധിമുട്ടാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നന്നാക്കിയെടുക്കുന്നതാണ് പറയാനുള്ളത്. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് എപ്പോൾ ശരിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനില്ല. കാരണം ഇത് ഒരിക്കലും നന്നാവില്ല. ഇതൊന്നും വേറെ പറയാനൊന്നുമില്ല. ഈ റോഡ് വ്യവസ്ഥ വളരെ മോശമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് ഒരുമാതിരി ചളിക്കുളം പോലെ ആയിട്ടില്ല. മാടായി കോളേജിലൊക്കെ പോകുന്ന അവർക്കൊരു നല്ലൊരു ഇതായിരുന്നു. അത് ശരിയാക്കി കൊടുത്താൽ അധികൃതർ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഠിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിന് മുന്നിൽ പ്രായം വെറുമൊരു അക്കമാണെന്ന് തെളിയിക്കുകയാണ് കുന്നത്തെരുവിലെ KV സുശീലയമ്മ. കുട്ടിക്കാലത്ത് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയതിന്റെ വിഷമം മറികടക്കാൻ +2 തുല്യതാ പരീക്ഷ എഴുതി വിജയം വരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 70-കാരി. പഠിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് പറയുകയാണ് രാമന്തളി കുന്നത്തെരുവിലെ KV സുശീല എന്ന ഈ അമ്മ. തന്റെ 70-ാം വയസ്സിലും +2 ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതുകയാണ് ഈ അമ്മ. രാമന്തളി കുന്നത്തെരു നവഭാവന വായനശാലയ്ക്ക് സമീപത്തെ KV സുശീല എന്ന 70-കാരി +2 ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതാനുള്ള ഒരുക്കത്തിലാണ്. 1974 SSLC പരീക്ഷയിൽ പരാജയപ്പെട്ടതോടെ പഠനം അവസാനിപ്പിച്ചതായിരുന്നു സുശീല.
ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ തുടർപഠനം സാധ്യമായിരുന്നില്ല. കൂലിവേലയ്ക്കിടെ ജ്യേഷ്ഠ സഹോദരന്റെ ഇടപെടലിൽ രാമന്തളി വടക്കുംപാട് പള്ളിക്കത്തോട് അങ്കണവാടിയിൽ ഹെൽപ്പറായി 2019 വിരമിച്ചു. കുടുംബശ്രീ സെക്രട്ടറിയും ADS ചെയർമാനും തൊഴിലുറപ്പ് തൊഴിലാളിയുമൊക്കെയായി പ്രവർത്തിക്കവേ കുടുംബശ്രീ യോഗത്തിലാണ് പ്രായഭേദമന്യേ തുല്യതാ പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ മുമ്പ് 10ാം ക്ലാസ് വരെ പഠിച്ച് അവിടുന്ന് പഠനം നിർത്തി. ജീവിത സാഹചര്യം കൊണ്ട് പണിക്ക് പോയി ബുദ്ധിമുട്ടും പരാതിയിലായിട്ട് പിന്നീട് കുടുംബശ്രീയിൽ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു. അവിടുന്ന് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ശിശുക്ഷേമ വകുപ്പിൽ ഒരു വേക്കൻസി വന്ന് അങ്ങനെ ഇൻ്റർവ്യൂവിന് ചേർന്ന് അങ്കണവാടിയിൽ 25 വർഷം സേവനം അനുഷ്ഠിച്ചിട്ട് റിട്ടയർഡായി. ആ എടുക്കാന്ന് ഈ 10ാം ക്ലാസ് തുല്യതേൻ്റെ ഒരു അവസരം കിട്ടിയത്. ആ സമയത്ത് മെമ്പർമാരും മറ്റുള്ള കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരും പ്രോത്സാഹനം കൊണ്ട് ഞാനതിൽ പങ്കെടുത്തു. അപ്പോൾ SLCക്ക് തരക്കേടില്ലാതെ മാർക്കിൽ പാസ്സായി. പിന്നീട് അവിടുന്ന് ടീച്ചേഴ്സിൻ്റെയും നമ്മളെ കോർഡിനേറ്ററെല്ലാം ഇത് പ്രകാരം +1 ചേർന്നു. അവിടെ നിന്നും ഒരുവിധം പാസ്സായി. പിന്നീട് ഇപ്പം +1 പരീക്ഷയ്ക്ക് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറയോട് പറഞ്ഞ് പഠിത്തത്തിന് വയസ്സൊരു പ്രശ്നമല്ല. പഠിക്കുന്ന സമയത്ത് അനാവശ്യ കാര്യങ്ങളും ചിന്തിക്കാണ്ട് പഠിത്തം മാത്രം ശ്രദ്ധ വെച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ച് ഉദ്യോഗം ഭരിച്ച് കുടുംബത്തിന് പോറ്റണം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ് സുശീല. പഠിക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനും അറിവാണ് യഥാർത്ഥ ജീവിത വഴികാട്ടിയെന്നുമാണ് സുശീലയുടെ പക്ഷം. രാമന്തളിയിലെ പരേതനായ K. അമ്പു പെരുവണ്ണാന്റെയും KV പാർവതിയുടെയും മകളാണ് സുശീല. ചെങ്ങലിലെ പരേതനായ KPV കുഞ്ഞിക്കണ്ണനാണ് ഭർത്താവ്. ലഹരിക്കടിമപ്പെടാതെ കിട്ടിയ അവസരം പഠിച്ച് മുന്നേറണമെന്നാണ് ഈ അമ്മയ്ക്ക് യുവതലമുറയോട് പറയാനുള്ളത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ 7 ഉപജില്ലകളിലെ ജേതാക്കളായ സ്കൂൾ ടീമുകളാണ് പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ ആൺകുട്ടികൾ, ജൂനിയർ ആൺകുട്ടികൾ, ജൂനിയർ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. ഓരോ വിഭാഗത്തിലും ജില്ലയിൽ നിന്ന് വിജയിക്കുന്ന ടീം ഈ മാസം 23 മുതൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ് നിർവഹിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ കോച്ച് പറഞ്ഞതാണ് നാളെയുള്ള ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നമ്മൾ നടത്തുമ്പോൾ അതൊരു DFAയുടെ ഒരു സ്കൗട്ടിംഗ് അഷ്റഫ് ഇപ്പോൾ അത് പറഞ്ഞു. നാളെ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല പ്രഗത്ഭരായ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്നുകൂടി നമുക്ക് ക്യാമ്പിലേക്ക് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൂടി നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിനെ കാണുന്ന രൂപമുണ്ട്. ഏതായാലും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നാളെയുടെ വാഗ്ദാനങ്ങളാകുന്ന നല്ല കുരുന്നുകൾ നമുക്ക് വളർന്നു വരാൻ ഉതകുമാറുന്ന രൂപത്തിലാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ TR പ്രീതിമോൾ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ട്രോഫി താരങ്ങളായ T സജിത്ത്, KP രാഹുൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ മുഹമ്മദ് അഷ്റഫ്, ഫുട്ബോൾ പരിശീലകൻ KV ഗോപാലൻ, റവന്യൂ ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി KV ബിജു, P മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തുടർച്ചയായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിനെതിരെ DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പൊതുയോഗം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP അനീഷ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ പവർ കട്ടുകൾ മൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ദിരാ കട്ട് എന്ന പേരിൽ DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തിയത്. പയ്യന്നൂർ സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം KSEB ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP അനീഷ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളോട് ഏറെ പൊള്ളയായ വാഗ്ദാനങ്ങൾ അവർക്ക് മുന്നിൽ നിരത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാക്ക് പറഞ്ഞാൽ പാലിക്കാനുള്ളതാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച് കള്ളപ്രചരണങ്ങളിലൂടെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ. മനുരാജ് അധ്യക്ഷത വഹിച്ചു.
വൈദ്യുതി പ്രതിസന്ധിക്ക് ഉടനടി ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 24 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഓട്ടോ ടാക്സി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാഹന പ്രചരണ ജാഥ നടത്തി. തൃക്കരിപ്പൂരിൽ നടന്ന സമാപന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് തടയുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദു ചെയ്യുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളയിൽ നിന്നും തൃക്കരിപ്പൂരിലേക്ക് വാഹന ജാഥ നടത്തിയത്. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന സമാപന സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാ നായകൻ K ഉണ്ണിനായർ, ജാഥ മാനേജർ PA റഹ്മാൻ, ഉപനായകൻ TV വിനോദ്, KT ലോഹിതാക്ഷൻ, P കൃഷ്ണൻ, AR ധന്യവാദ്, ഗിരി കൃഷ്ണൻ, K ബാലകൃഷ്ണൻ വെണ്ടാട്ട്, കാറ്റാടി കുമാരൻ, ഷാഫി ചാലക്കുന്ന്, V അനീന്ദ്രൻ, നാരായണൻ മാങ്ങാട്, P രാഘവൻ, സിദ്ദുലാൽ IT തുടങ്ങിയവർ പ്രസംഗിച്ചു. കാസർഗോഡ്, കുണ്ടംകുഴി, ഉദുമ, കാഞ്ഞങ്ങാട്, ഒടയംചാൽ, കാലിച്ചാനടുക്കം, നീലേശ്വരം, ചെറുവത്തൂർ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷമാണ് തൃക്കരിപ്പൂരിൽ ജാഥ സമാപിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ സ്ഥാപിച്ച 60 ടൺ ശേഷിയുള്ള അത്യാധുനിക വേ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വേ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അത്യാധുനിക വേ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വേ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി ഡയറക്ടർ KV സുധാകരൻ, വാർഡ് കൗൺസിലർ KV ജ്യോതി, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി മുൻ പ്രസിഡന്റ് E ഭാസ്കരൻ, ചെറുകിട വ്യവസായ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് KP പ്രകാശൻ, സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത്, സൊസൈറ്റി ഡയറക്ടർ PV രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, പ്രദേശത്തെ പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ക്ഷീര ടവറിൽ നടന്നു. V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ക്ഷീര ടവറിൽ നടന്നു. MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് N ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. TV കുഞ്ഞിരാമൻ, K ജയരാജ്, T ജനാർദ്ദനൻ, KV മോഹനൻ, K അനിൽ, P അശോകൻ, PV പ്രിയ, AK ശ്രീജ, N സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുള്ളവർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് തെരുവുനായകൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുള്ളവർക്കും തെരുവുനായകൾ ഭീഷണി സൃഷ്ടിക്കുന്നു. കൂട്ടം കൂട്ടമായും മറ്റും പലയിടങ്ങളിലായി ഇവ അലഞ്ഞു നടക്കുന്ന കാഴ്ചയാണ്. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് താഴെ നായകൾ കിടക്കുന്നതും പതിവാണ്. തെരുവുനായകൾ കാരണം പലരും ഭീതിയോടെയാണ് ഇവിടേക്ക് കടന്നുവരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ തെരുവുനായ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റും സ്ട്രൈറ്റ് ഷൂട്ടേഴ്സ് ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും ജൂലൈ 19 വെള്ളച്ചാലിൽ നടക്കും. മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കായിക രംഗത്ത് പുതുതലമുറയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റും ജൂലൈ 19 വെള്ളച്ചാലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കും. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ വിജിലൻസ് ഇൻസ്പെക്ടർ P സുനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രദർശന മത്സരം നടക്കും. വൈകുന്നേരം 3 മണിക്ക് ക്യാഷ് പ്രൈസുകൾക്കായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് തുടങ്ങും. ശ്രീജിത്ത് കരിമ്പിൽ, MDP നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലിരിക്കുന്ന മാത്തിൽ അയ്യോളത്തെ UV സുരേന്ദ്രന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക ഇനിയും മുഴുവനും സ്വരൂപിക്കാനായിട്ടില്ല. സുരേന്ദ്രനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് തുക സ്വരൂപിക്കുന്നതിനായി സാവേരി ബസ് ജൂലൈ 18 ശനിയാഴ്ച സാന്ത്വനയാത്ര നടത്തും.
ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന മാത്തിൽ അയ്യോളത്തെ UV സുരേന്ദ്രന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക ഇനിയും മുഴുവനായും സ്വരൂപിക്കാനായിട്ടില്ല. സുരേന്ദ്രനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് സാവേരി ബസ് ജൂലൈ 18 ശനിയാഴ്ച സാന്ത്വനയാത്ര നടത്തും. സുരേന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നല്ലൊരു തുക സ്വരൂപിക്കാൻ മാനിയാത്രക്കാർ സഹകരിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ CC അനൂപ് അഭ്യർത്ഥിച്ചു. ചികിത്സയുടെ ചെലവ് എന്ന് പറയുന്നത് ഈ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ കുടുംബത്തിന് താങ്ങാവുന്നതല്ല. അത് ഏകദേശം 15 ലക്ഷത്തിന് മുകളിലായി ചെലവ് വരും. അപ്പോൾ ഈ ചെലവ് ആ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഫണ്ട് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂലൈ 18 ശനിയാഴ്ച നമ്മുടെ സാവേരി ബസ് ഒരു സാന്ത്വന യാത്രയോടാമെന്ന് ഞങ്ങളോട് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം ഈ യാത്രയിൽ എല്ലാ ജനങ്ങളും ഒന്ന് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ തവണ സാന്ത്വനയാത്ര നടത്തിയ ഡബിൾ ബെൽ ബസ്സിന് നെറ്റ്വർക്ക് വാർത്തയെ തുടർന്ന് നല്ലൊരു തുക സ്വരൂപിക്കാൻ കഴിഞ്ഞുവെന്നും കമ്മിറ്റിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരിൽ ഒരാളായ ഷാജഹാനും പറയുന്നു. കഴിഞ്ഞ നമ്മൾ ഓടിയ സാന്ത്വന യാത്രയിൽ പേരെടുത്ത് പറയാനുള്ളത് നെറ്റ്വർക്ക് ചാനലിന്റെ ഒരു സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അയ്യോളം നമ്മുടെ ചങ്ക് സഹോദരങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ ഡബിൾ ബെൽ ടൈംസിന്റെയും നാട്ടുകാരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ നല്ലൊരു തുക കിട്ടിയിട്ടുണ്ട്. അതേപോലെ വീണ്ടും നെറ്റ്വർക്ക് ചാനൽ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ഈ ബസ് ഈ ശനിയാഴ്ച ഓടുന്ന ഈ ഒരു സാന്ത്വന യാത്രയും നിങ്ങളുടെ കറക്റ്റ് സപ്പോർട്ട് നമുക്ക് വേണമെന്നും ഈ ഒരു വേദിയിൽ ഞാൻ അഭിപ്രായം അറിയിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 7:50 പയ്യന്നൂരിൽ നിന്നും പുറപ്പെടുന്ന ബസ് അരവഞ്ചാൽ മാതമംഗലം പിലാത്ര വഴി ചെറുകുന്ന തറയിൽ യാത്ര അവസാനിപ്പിക്കും. പയ്യന്നൂരിൽ നിന്ന് 11:14 പുറപ്പെടുന്ന യാത്ര അരവഞ്ചാൽ വഴി പഴയങ്ങാടിയിലും 4:40 പുറപ്പെടുന്ന ബസ് അരവഞ്ചാൽ വഴി മാതമംഗലത്തും യാത്ര അവസാനിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. KSSPU സ്റ്റേറ്റ് കൗൺസിലർ A. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും മഹാദേവഗ്രാമം ഗ്രാൻഡ് ഷൺമുഖ ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU സ്റ്റേറ്റ് കൗൺസിലർ A. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSSPU പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് PV ചാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. AU ബാലകൃഷ്ണൻ നവാഗതരെ പരിചയപ്പെടുത്തി. KP രവീന്ദ്രൻ, KK രാജലക്ഷ്മി, KU ശശികല തുടങ്ങിയവർ സംസാരിച്ചു. NV കുഞ്ഞിരാമൻ മാസ്റ്റർ, PS രാമനാഥൻ, U നാരായണൻ മാസ്റ്റർ, സാമുവൽ, NV പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. CK സജീവൻ അധ്യക്ഷത വഹിച്ചു. CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, CATU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, LACAOI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ PV, KV വേണു, M ചന്ദ്രൻ, KM ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊഴുമ്മൽ പെരളം UP സ്കൂളിൽ നവീകരിച്ച ഡൈനിംഗ് ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. PTA സഹകരണത്തോടെയാണ് ഡൈനിംഗ് ഹാളിന്റെ നിർമ്മാണം നടത്തിയത്. കൊഴുമ്മൽ പെരളം UP സ്കൂളിൽ നവീകരിച്ച ഡൈനിംഗ് ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. നിലവിലെ സ്കൂൾ കെട്ടിടത്തിൽ PTA സഹായത്തോടെയാണ് ഡൈനിംഗ് ഹാളിന്റെ നിർമ്മാണം നടത്തിയത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമെല്ലാം സന്തോഷിക്കാനും അതിലേറെ അഭിമാനിക്കാനും വക നൽകുന്ന വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ നടന്നത്. കേരളം UP സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നലെ വരെ നമ്മുടെ വരാന്തയിലും മറ്റിടങ്ങളിലുമെല്ലാം കൂട്ടമായും ഒറ്റയായും എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള നമ്മുടെ മക്കൾക്ക് P വിജയൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി, വാർഡ് മെമ്പർമാരായ P സുലോചന, K ജനേഷ്, KP ഷീന, പ്രഥമ അധ്യാപിക P ലീന, മാനേജർ K പവിത്രൻ മാസ്റ്റർ, നവമി കൃഷ്ണ, P ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കാങ്കോലിൽ കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2-ന് കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടിയക്കാവ് ഓഡിറ്റോറിയത്തിൽ KV നാരായണൻ നഗറിൽ നടക്കും. അനുബന്ധ പരിപാടിയായി കാങ്കോൽ K രാജൻ സ്ക്വയറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കരോക്കെ ഗാനാലാപന മത്സരം നടത്തി. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി PM സുഗുണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 4 പതിറ്റാണ്ടോളമായി കേരളത്തിലെ വ്യാപാര മണ്ഡലത്തിൽ വ്യാപാരികൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വ്യാപാര സംഘടന എന്ന പരിമിതിക്കപ്പുറത്ത് പൊതുസമൂഹവുമായും ഈ നാടുമായി ചേർന്ന് നിന്നുകൊണ്ട് ഓരോ വിഷയങ്ങളിലും കൃത്യമായ വ്യാപാരപക്ഷ ജനപക്ഷ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഓരോ കാലങ്ങളായി നമ്മുടെ സംഘടന സംസ്ഥാനത്ത് പൊതുവിലും ജില്ലയിൽ പ്രത്യേകിച്ചും നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം സമ്മേളനങ്ങൾ നടത്തിവരുന്നത്. സമിതി ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ PV ചന്ദ്രൻ, P രാധാകൃഷ്ണൻ, കാങ്കോൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിദ്ദിൻ, KV മുരളീധരൻ, PV ഗോപി, T ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കീർത്തന പത്മനാഭൻ മാതമംഗലം 1ാം സമ്മാനത്തിനും ആൽഫ ചെറുപുഴ 2ാം സമ്മാനത്തിനും ശ്രീ സത്പതി ഉളിക്കൽ 3ാം സമ്മാനത്തിനും അർഹരായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ചന്തപുര പെരിയാരം റോഡിൽ കടന്നപ്പള്ളി ഹൈസ്കൂളിന് സമീപത്തായാണ് കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. ചന്തപുര പരിയാരം റോഡിൽ കടന്നപ്പള്ളി ഹൈസ്കൂൾ ഭാഗത്തായാണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിട്ടുള്ളത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിലാണ് കാടുള്ളത്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ കാട്ടിലേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. വളവുകളിൽ കാടുകൾ വളർന്നിരിക്കുന്നതിനാൽ വാഹനങ്ങൾ വരുന്നത് കാണാനും സാധിക്കുന്നില്ല. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാട് വെട്ടിത്തെളിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആശുപത്രി കിടപ്പ് രോഗികൾക്കായുള്ള കർക്കിടക കഞ്ഞി വിതരണത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് കർക്കിടകം രോഗമില്ലാതെ കടക്കാം എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആശുപത്രി കിടപ്പ് രോഗികൾക്കായുള്ള കർക്കിടക കഞ്ഞി വിതരണത്തിന് തുടക്കം കുറിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മനോജ് KV അധ്യക്ഷത വഹിച്ചു. ഔഷധി പ്രതിനിധി നൌഷാദ്, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ AV, ഡോക്ടർ രാഖി TP, ഡോക്ടർ സൗഭാഗ്യ P എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഗോപിക CP കർക്കിടകം രോഗമില്ലാതെ കടക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആശുപത്രിയിൽ എത്തിച്ചേർന്നവർക്കായി കർക്കിടക കഞ്ഞി വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രക്തദാനം നിർവഹിച്ച് മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ മാതൃകയായി. രക്തദാനം മഹാദാനം എന്ന സന്ദേശവുമായാണ് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് കോളേജിലെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ രക്തദാനം നിർവഹിച്ചത്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് കോളേജ് വിദ്യാർത്ഥികൾ രക്തദാനം നടത്തിയത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം ദാനം ചെയ്തത്. കുട്ടികളെ രക്തദാനം നടത്തുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രക്തദാനം നടത്തിയത്. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന റെഡ്ഡീസ് ബ്ലഡ് കേരള ചാരിറ്റബിൾ സൊസൈറ്റി, മാടായി കോളേജ് NCC യൂണിറ്റ്, NSS യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് രക്തദാനം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായതെന്ന് സംഘാടകർ പറയുന്നു. എന്നെ വിളിച്ചൊരു 40 മുകളിൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരിന്ന് ഗേൾസും ബോയ്സും തന്നെയാണ് ബ്ലീഡ് ചെയ്യുന്നത്. ഇവിടെ മാടായി കോളേജിൽ നമ്മുടെ 2ാമത്തെ ക്യാമ്പാണ് നമ്മൾ അറേബ്യൻ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ഇതിന് മുന്നേറ്റ ഒരു അവയർനെസ് ക്ലാസ്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയ തലമുറയും കൂടി ബ്ലഡ് ഡൊണേഷൻ മേഖലയിലേക്ക്, രക്തദാന മേഖലയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അറേബ്യൻ ഇങ്ങനൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചിട്ട് ഇതിപ്പോൾ ഒരു 14 ജില്ലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇപ്പോൾ ഈ 2 മാസമായിട്ട് നമ്മൾ ഏകദേശം ഒരു 5-6 ക്യാമ്പുകളും ഒരു 4 സ്വതന്ത്ര സദ്യയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫൗണ്ടർ പയ്യന്നൂരിലൊരു കുട്ടികളുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കിറ്റുകളും അതുപോലെ തന്നെ
ഫ്ലാഷ് മോബ് പോലെയുള്ള പരിപാടികൾ കുട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് നല്ലൊരു പങ്കാളിത്തം തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ജിതിൻ വി കെ പയ്യന്നൂർ, കെ വി രാഹുൽ, വിശാൽ കെ വി, വിപിന വി, ഷെഫീഖ് പെരിങ്ങോം, വിധു പരിയാരം, ഹർഷ കെ, രശ്വന്ത് ടി, ഡോക്ടർ ദീപ മോഹൻ, ഷിജിന വി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.